السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد. മജ്ലിസുൻ നിഅമയിലെ ആദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, മുഹിബ്ബീങ്ങളെ, മൗലിദ് പാരായണത്തിലെ തെറ്റുകളും ശരിയും എന്ന ശീർഷകത്തിൽ നമ്മളൊരു വിഷയം ആരംഭിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ മൗലിദ് പാരായണത്തിൽ വരുന്ന ചില അച്ചടി പിശകുകൾ മുഖേന ഉള്ള പിഴവുകൾ നമുക്ക് ബോധ്യപ്പെട്ടത് ചൂണ്ടിക്കാണിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൽ മങ്കൂസ് മൗലിദിനെ ആസ്പദമാക്കി അതിലെ ചില പിശകുകൾ നമുക്ക് ബോധ്യമായത് ചൂണ്ടിക്കാണിക്കുകയും ചില സ്ഥലങ്ങളിൽ വായിക്കേണ്ടത് ഏത് വിധത്തിലാണ്, ഏതൊക്കെ വിധത്തിൽ വായിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഈയുള്ളവൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് ആരും ധരിക്കരുത്. നമുക്ക് മനസ്സിലായത് പറയുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് കേൾക്കുന്നവർക്ക് ഇതിൽ ഈ ഉള്ളവൻ പറഞ്ഞതിൽ തന്നെ പിശകുകൾ ബോധ്യപ്പെടുമ്പോൾ അത് ഉണർത്താവുന്നതാണ്. അത് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഈ ചെയ്യുന്ന പ്രവൃത്തി അള്ളാഹു ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. നമുക്കിടയിൽ സുപരിചിതമായ, നമ്മളൊക്കെ ധാരാളമായി ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ബൃഹത്തായ മൗലിദാണ് ശറഫൽ അനാം എന്ന പേരിൽ അറിയപ്പെടുന്ന മൗലിദ്. ഈ മൗലിദിന്റെ പേര് ശറഫൽ അനാം എന്നാണ് പ്രസിദ്ധമായി അറിയപ്പെടുന്നത്. ഇതിന്റെ രചയിതാവ് ഈ മൗലിദിന് വെച്ച പേര് ശറഫൽ അനാം തന്നെയാണോ എന്ന് വ്യക്തമല്ല. രചയിതാവ് തന്നെ വെച്ചതാവാനും സാധ്യതയുണ്ട്. ശേഷമുള്ളവർ അങ്ങനെ ആ മൗലിദിനെ ഈ പേരിൽ വിളിച്ച് അങ്ങനെ പ്രസിദ്ധമായതാവാനും സാധ്യതയുണ്ട്. ഇതിന്റെ രചയിതാവ് ഇതിന് ശറഫൽ അനാമ എന്ന ആ പേര് നൽകിയതായി ഈ ഉള്ളവന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ശറഫൽ അനാമ എന്ന ഈ ഒരു പേര് ഈ മൗലിദിന്റെ ആമുഖത്തിൽ അൽഹംദുലില്ലാഹില്ലദീ ശറഫൽ അനാമ എന്ന ഒരു പ്രയോഗമുണ്ട്. ആ ഒരു വാചകത്തെ ഇതിന്റെ പേരായി ഉപയോഗിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു പേര് നൽകുമ്പോൾ ആ കൃതിയിലുള്ള ചില വാചകങ്ങളെ അടിസ്ഥാനമാക്കി പേര് വെക്കാറുണ്ട്. നമ്മളൊക്കെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിലേക്ക് ചിന്തിക്കുമ്പോൾ സൂറത്തുൽ ബഖറ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ആ സൂറത്തിൽ ബഖറത്ത് എന്ന പ്രയോഗമുണ്ട്. അതനുസരിച്ച് ആ പേരുകൊണ്ട് അതിന് പേര് വെച്ചു എന്നതുപോലെ ഇതിൽ ശറഫൽ അനാമ എന്ന ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിലുള്ള പദം കൊണ്ട് ഇതിന്
പേര് വിളിച്ചതാവാനാണ് സാധ്യത കാണുന്നത്. വല്ലാഹു അഅലം ബിസ്സവാബ്. ഈ മൗലിദിന് ബുലൂഗുൽ മറാം ലി ബയാനി അൽഫാദി മൗലിദ് സയ്യിദിൽ അനാം എന്ന പേരിൽ ഒരു ശറഹ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു ഹാഷിയ ഉണ്ട്. അതുപോലെ ഫത്ഹുസ് സമദുൽ ആലം എന്ന പേരിൽ മറ്റൊരു ശറഹും ഉണ്ട്. ബഹുമാനപ്പെട്ട അശ്ശൈഖ് അബുൽ ഫൗസ് അസ്സയ്യിദ് അഹ്മദ് അൽ മർസൂഖി എന്ന മഹാനരുടേതാണ് ബുലൂഗുൽ മറാം എന്ന ആ ശറഹ്. എന്നാൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് നബവി ഇബ്നു ഉമർ ഇബ്നു അറബി അൽ ജാവി എന്നിവരുടേതാണ് ഫത്ഹുസ് സമദുൽ ആലം എന്ന പേരിലുള്ള ശറഹ്. ഈ മൗലിദിന്റെ രചയിതാവിനെ സംബന്ധിച്ച് രണ്ട് വീക്ഷണം പറഞ്ഞു കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ ഫൗസ് അസയ്യിദ് അഹ്മദ് അൽ മർസൂഖി റഹ്മഹുല്ലാഹ് പറയുന്നു, ഖദ് ഉജിദ ഫീ ബഅദി നുസഖി ലിഹാദൽ മൗലിദി ഫീ അവ്വലിഹി. ഈ മൗലിദിന്റെ ചില പകർപ്പുകളിൽ അതിന്റെ ആദ്യത്തിൽ എത്തിക്കപ്പെട്ടിട്ടുണ്ട്. എന്ത്? ഖാല ശൈഖു അബ്ദുറഹ്മാൻ ബിനു അലി ബിനു റബീഇ എന്ന മഹാൻ പറഞ്ഞിട്ടുണ്ട്, ഹാദൽ മൗലിദു ലിശൈഖി അഹ്മദ് ബിൻ ഖാസിമിൽ മാലിക്കി അശ്ശഹീരി ബിൽ ഹരീരി. ഹരീരി എന്ന പേരുകൊണ്ട് അറിയപ്പെട്ട ഷെയ്ഖ് അഹ്മദ് ബിൻ ഖാസിമിൽ മാലിക്കി എന്നവരുടേതാണ് ഈ മൗലിദ്. ആ മഹാനരാണ് ഈ മൗലിദിന്റെ രചയിതാവ് എന്ന്. എന്നാൽ ഫത്ഹുസ് സമദുൽ ആലം എന്ന ആ ശറഹിൽ കാണാൻ കഴിയും, ഈ മൗലിദിനെ അല്ലഫഹു ഷെയ്ഖു അഹ്മദ് ബിൻ ഖാസിമുൽ മാലിക്കിയു അശ്ശഹീറു ബിൽ ഹരീരി. ഇതിനെ രചിച്ചത് അശ്ശൈഖ് അഹ്മദ് ബിൻ ഖാസിമുൽ മാലിക്കി എന്നവരാണ്. ഹരീരി എന്ന പേരുകൊണ്ട് അറിയപ്പെട്ട മഹാൻ. അലാമ ദക്കറഹു സയ്യിദു അഹ്മദുൽ മർസൂഖി. സയ്യിദ് അഹ്മദുൽ മർസൂഖി അവിടത്തെ ബുലൂഗുൽ മറാമിൽ പറഞ്ഞതനുസരിച്ച്. എന്നാൽ ലാക്കിൻ ഇസ്തഹറാല അൽസിനത്തിൻ നാസി, ജനങ്ങളുടെ നാവിന്റെ മേൽ അറിയപ്പെട്ടു വന്നിട്ടുള്ളത് അന്ന ഹാദൽ മൗലിദ ലിബിനുൽ ജൗസി. ഈ മൗലിദ് ഇബ്നുൽ ജൗസി എന്നവർക്കുള്ളതാണ്. അപ്പോ ഇങ്ങനെ രണ്ട് അഭിപ്രായം ഇതിന്റെ രചയിതാക്കളുടെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഈ ഭിന്നതയെ സംയോജിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഫത്ഹുസ് സമദുൽ ആലമിന്റെ മുസന്നിഫ് പറയുന്നത്, ഫയഹ്തമിലു ഹാദൽ ഖിലാഫു അന്ന കുല്ലം മിൻഹുമാ അല്ലഫ മൗലിദൻ. ഈ രണ്ട് മഹത്തുക്കളിൽ നിന്ന് ഓരോരുത്തരും ഒരു മൗലിദ് രചിച്ചിട്ടുണ്ടാവും. വകാന തഅലീഫു അഹദിഹിമാ മുമാസിലൻ ലിമാ അല്ലഫഹുൽ ആഖറു. ഓരോരുത്തരും രചിച്ചത് മറ്റവർ രചിച്ചതിനോട് കടപിടിക്കുന്ന അതേ രീതിയിൽ ഉള്ളതായിരിക്കും, തുല്യമാതായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ വരാൻ കാരണം. ഇനി വേറെയും സാധ്യതകൾ പറയുന്നുണ്ട്. ഇതിൽ ഒരാള് ബൈത്തുകൾ രചിച്ചു, മറ്റേ ഇമാമ് അതിന്റെ ഗദ്യവും രചിച്ചു. അങ്ങനെയും ആകാം. ഏതോ ആവട്ടെ, രണ്ട് നിലക്ക് ഇതിന്റെ മുസന്നിഫുകളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ഭിന്നത പരിഗണിച്ച് ബഹുമാനപ്പെട്ട മുഹമ്മദുൻ നബവി ഇബ്നു ഉമർ ഇബ്നു അറബി അൽ ജാവി എന്നവര് ബഹുമാനപ്പെട്ടവരുടെ ഈ ഷറഫുൽ അനാം എന്ന മൗലിദിന്റെ ഷറഹിന് പേര് നൽകിയത് തന്നെ ഫത്ഹുസ് സമദിൽ ആലം
അലാ മൗലിദ് ഷെയ്ഖ് അഹ്മദൻ ബിനിൽ ഖാസിം എന്നും രണ്ടാമത്തെ പേര് അൽ ബുലൂഗുൽ ഫൗസി ലി ബയാനി അൽഫാദി മൗലിദ് ഇബ്നുൽ ജൗസി എന്നിങ്ങനെ രണ്ട് നിലക്കാണ് പേര് നൽകിയിട്ടുള്ളത്. അത് ഈ ഭിന്നത പരിഗണിച്ച് നൽകിയതാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ അതിന് പറഞ്ഞത്. വലി അജലി ദാലിക സമ്മൈതു ഹാദ ശറഹ ബിസ്മൈനി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ടു പേരിനെ ബഹുമാനപ്പെട്ടവർ പരിചയപ്പെടുത്തുന്നത്. ഫത്ഹു സമദുൽ ആലമിന്റെ പേജ് 2. ബഹുമാനപ്പെട്ട അബുൽ ഫൗസ് അസയ്യിദ് അഹമ്മദ് അൽ മർസൂഖി എന്നവര് അവരുടെ ബുലൂഗുൽ മറാം എന്ന ശറഹിൽ പറയുന്നത്, അതിന്റെ മുസന്നിഫ് അഹ്മദ് ഖാസിമുൽ മാലിക്കി എന്നവരാണ്. ഹരീരി എന്ന പേരുകൊണ്ട് അറിയപ്പെട്ട വഹാദൽ മൗലിദു ഹുവൽ ഫസ്ലു താസിഉ മിൻ കിതാബിഹി അല്ലദീ സന്നഫഹു ഫിൽ വഅദി വറഖായിഖ്. ബഹുമാനപ്പെട്ടവർ രചിച്ച ഒരു ഗ്രന്ഥത്തിന്റെ 9ാമത്തെ ഫസ്ലായിട്ടാണ് ഈ മൗലിദ് ഉള്ളത് എന്ന ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ഏതായാലും ഇതേ സംബന്ധിച്ച് ഒരു ചെറിയ വിശദീകരണം നമ്മുടെ ഇമാമുകൾ പറഞ്ഞത് ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. ഇനി ഈ ഷറഫൽ അനാം എന്ന ഈ മൗലിദിന്റെ രചയിതാവിൻ്റെതു തന്നെയാണ് നമ്മളൊക്കെ ചൊല്ലി വരുന്ന സലാം ബൈത്ത്. അസ്സലാമു അലൈക സൈനൽ അംബിയാഇ എന്ന് തുടങ്ങുന്ന സലാം ബൈത്ത്. അത് ബഹുമാനപ്പെട്ട ഷറഫുൽ അനാം മൗലിദിന്റെ രചയിതാവിൻ്റെതു തന്നെയാണ്. അക്കാര്യം ഫത്ഹു സമദുൽ ആലമിലും അതുപോലെ തന്നെ ബുലൂഗുൽ മറാമിലും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക സൈനൽ അംബിയാഇ അസ്സലാമു അലൈക അത്ഖൽ അത്ഖിയാഇ. അസ്സലാമു അലൈക തങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. സൈനൽ അംബിയാഇ അംബിയാക്കളുടെ അലങ്കാരമാകുന്ന പ്രവാചകരെ, സകല പ്രവാചകന്മാരുടെയും അലങ്കാരമായ പ്രവാചകരെ, അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷ സദാ സമയവും ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക അത്ഖൽ അത്ഖിയാഇ തങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. അത്ഖൽ അത്ഖിയായി ഭയഭക്തിയുള്ളവരിൽ വെച്ച് ഏറ്റവും ഭയഭക്തിയുള്ള റസൂലേ, അല്ലാഹുവിന്റെ കൽപ്പനകൾ എടുക്കുന്ന, അല്ലാഹു വിരോധിച്ചതിനെ വർജിക്കുന്നവരിൽ അക്കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കുന്ന പ്രവാചകരെ എന്നാണ് ഇതിന്റെ ചെറിയ രൂപത്തിലുള്ള അർത്ഥം. സൈനൽ അംബിയാഇ എന്ന് പറഞ്ഞാൽ യാ ഖൈറൽ അംബിയാഇ എന്ന അർത്ഥം ചുരുക്കത്തിൽ. സൈന എന്നുള്ളിടത്ത് നൂനിന് ഫത്ഹ് കൊണ്ടാണ് അത് യാ സൈനൽ അംബിയാഇ നിദാ എന്ന അടിസ്ഥാനത്തിൽ. മുനാദ മുളാഫാണല്ലോ സൈന എന്നുള്ളത്. അപ്പോ യാ സൈനൽ അംബിയാഇ എന്ന ആ നിലക്ക് നൂനിന് ഫത്ഹ് കൊണ്ട് ആണ് അവിടെ വായിക്കുന്നത്. ഇനി വയസിഹു കസ്റു നൂനി സൈനിൽ അംബിയാഇ എന്നും അവിടെ വായിക്കാം നൂനിന് കസ്റ് കൊണ്ട്. അപ്പോ സൈനി എന്നുള്ളത് അലൈക്ക എന്ന് പറയുന്ന ആ കാഫിൽ നിന്ന് ബദലായിട്ട് അല്ലെങ്കിൽ അത്ഫ് ബയാനായിട്ട് തങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്തെന്ന് അമ്പിയാക്കളിൽ
ഏറ്റവും അലങ്കാരമായവരുടെ മേൽ അള്ളാന്റെ രക്ഷ ഉണ്ടാവട്ടെ. ആ നിലക്കും അവിടെ വായിക്കാവുന്നതാണ്. ബുലൂഗുൽ മറാമിൽ അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക അസ്ഫൽ അസ്ഫിയാഇ. അസ്ഫൽ അസ്ഫിയാഇ, യാ അസ്ഫൽ അസ്ഫിയാഇ, അവിടെയും നിദാ ആണ്. അഖ്ലസൽ മുഖ്ലിസീന ഫി അമലിഹി ലില്ലാഹി തആല. അല്ലാഹു തആലാക്ക് വേണ്ടി താൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഇഖ്ലാസുള്ളവരിൽ ഏറ്റവും ഇഖ്ലാസുള്ളവരെ, നിഷ്കളങ്കതയോടെ ചെയ്യുന്നവരിൽ ഏറ്റവും നിഷ്കളങ്കതയുള്ളവരെ, അഖ്ലസൽ മുഖ്ലിസീന ഫി സൂറത്തി വൽ അമലി, അതിന്റെ രൂപത്തിലും ആ കർമ്മത്തിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഇഖ്ലാസുള്ളവരെ, അവിടുത്തെ മേൽ അള്ളാഹുവിന് രക്ഷ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക അസ്കൽ അസ്കിയാഇ. അസ്കൽ അസ്കിയാഇ എന്ന് പറഞ്ഞാൽ യാ അസ്കൽ അസ്കിയാഇ അഷ്റഫൽ ഖൽഖി ഇൻദല്ലാഹി തആല എന്ന ആ അർത്ഥം. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവരെ എന്ന് അള്ളാന്റെ അടുക്കൽ. ഇനി അസ്ലഹൽ മുസ്ലിഹീന എന്ന അർത്ഥവും പറയാം, ഏറ്റവും ശുദ്ധമായവരെ. അവിടെ മറ്റൊരു നുസ്ഖ അനുസരിച്ചുകൊണ്ട് അസ്കൽ അസ്കിയാഇ ഐ അക്സറന്നാസി ഫഹ്മൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമതിയായവരെ, അവിടുത്തെ മേൽ അല്ലാഹു തആലാന്റെ രക്ഷ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക മിർ റബ്ബിസ് സമാഇ. ആകാശത്തിന്റെ സൃഷ്ടാവായ റബ്ബിൽ നിന്ന് തങ്ങളുടെ മേൽ കരുണാകടാക്ഷം ഉണ്ടാവട്ടെ. മിൻ റബ്ബിസ് സമാഇ എന്നായി മിൻ ഖാലിഖിസ് സമാഇ വ റാഫിഇഹ ബിലാ അമദിൻ എന്നർത്ഥം. ആകാശത്തെ പ്രത്യേകം പറയാൻ കാരണം അതിലൊരുപാട് അജായിബുകളുണ്ട് എന്നാണ്. അസ്സലാമു അലൈക ദാമ ബിലൻഖിളാഇൻ, അവിടുത്തെ മേൽ അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ. ദാമ, ആ രക്ഷ നിലനിൽക്കട്ടെ. ബിലൻഖിളാഇൻ, മുറിയൽ കൂടാതെ. അപ്പോ ഒരിക്കലും അവസാനിക്കാത്ത നിലക്ക് തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു രക്ഷ തങ്ങളുടെ മേലുണ്ടാവട്ടെ എന്നർത്ഥത്തിൽ. ഇസ്തമറ ബിലൻഖിതാഇൻ എന്നർത്ഥം. അസ്സലാമു അലൈക അഹ്മദു യാ ഹബീബി. അസ്സലാമു അലൈക ത്വാഹ യാ തബീബി. അള്ളാഹുവിന്റെ രക്ഷ അവിടുത്തെ മേലുണ്ടാവട്ടെ. അഹ്മദ്, ഏ അഹമ്മദ് നബിയെ. യാ ഹബീബി, എന്റെ ഹബീബെ, ഞാൻ സ്നേഹിക്കപ്പെടുന്നവരെ. സലാമു അലൈക ത്വാഹ യാ തബീബി, സൃഷ്ടികളെ സത്യത്തിലേക്ക് നയിക്കുന്ന പ്രവാചകരെ, അവിടുത്തെ മേൽ അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. ത്വാഹ എന്നുള്ളതിന്റെ അർത്ഥം യാ ത്വാഹിറു എന്നർത്ഥമുണ്ട്, യാ ഹാദി എന്നൊക്കെ അർത്ഥമുണ്ട്. പിന്നെ യാ മത്മഅ ശഫാഅത്തി ലിൽ ഉമ്മ വയാ ഹാദിയൽ ഖൽഖി ഇലൽ മില്ല, ഇങ്ങനെയൊക്കെ ഇതിന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരർത്ഥം അവിടെ വെക്കാം, എല്ലാ അർത്ഥം വെക്കണമെങ്കിലും അങ്ങനെയും വെക്കാം. ത്വാഹ എന്നുള്ളതിന് നേർവഴിയിലേക്ക് നയിക്കുന്ന പ്രവാചകരെ, സത്യത്തിലേക്ക് നയിക്കുന്ന പ്രവാചകരെ. യാ തബീബി, എന്റെ
എന്നെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ചികിത്സിക്കുന്നവരായ പ്രവാചകരെ എന്ന അർത്ഥം യാ തബീബി എന്നുള്ളതിന് കൊടുത്തിട്ടുണ്ട്. യാമൻ യുദാവീനി മിൻ കുല്ലി ദാഇൻ എന്നർത്ഥം. യാ ത്വാഹ യാ ശിഫാഇ മിൻ കുല്ലി ദാഇൻ എന്ന് അർത്ഥം കൽപ്പന ബുലൂഗുൽ മറാമിലും നൽകിയിട്ടുണ്ട്. ഫത്ഹു സമദുൽ ആലമിലും ഈ നിലക്കുള്ള അർത്ഥങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അഹ്മദ് എന്നുള്ളതിനെ സുക്കൂന് കൊണ്ട് വായിക്കാം. ഇനി മുനാദാ മുഫ്രദ് മഅരിഫ എന്നുള്ള നിലക്ക് അഹ്മദു ലമ്മിന്റെ മേൽ മബ്നിയായിട്ട് അങ്ങനെ വായിക്കാം. അലൈക എന്ന കാഫിൽ നിന്ന് ബദലോ അത്ഹു ബയാനോ ആയി ഫതഹത്ത് കൊണ്ട് ജറ് എന്നുള്ള നിലക്ക് അഹ്മദ എന്നും വായിക്കാം. അസ്സലാമു അലൈക അഹ്മദ യാ ഹബീബി എന്നും അഹ്മദു യാ ഹബീബി എന്നും അഹ്മദ് യാ ഹബീബി എന്നും മൂന്ന് നിലക്കും അവിടെ വായിക്കാം. അസ്സലാമു അലൈക അഹ്മദു യാ മുഹമ്മദ് അസ്സലാമു അലൈക ത്വാഹ യാ മുമജ്ജദ്. അസ്സലാമു അലൈക അഹ്മദു യേ അഹ്മദ് നബിയേ യാ മുഹമ്മദ് യേ മുഹമ്മദ് നബിയേ. മുഹമ്മദ് നബി എന്ന പ്രപഞ്ചം മുഴുക്കെയും സ്തുതിക്കപ്പെട്ടവരെ. അസ്സലാമു അലൈക ത്വാഹ ത്വാഹ എന്നുള്ളതിന് മേലെ കൊടുത്ത അതേ അർത്ഥം തന്നെ ഇവിടെയും പറയാം. യാ മുമജ്ജദ് ഏ മുക്കറമായവരെ ബഹുമാനിക്കപ്പെട്ടവരായവരെ. മുഅല്ലമ് മുക്കറമ് എന്നർത്ഥം പറയാം. യാ മുമജ്ജദ് യാ എന്ന് പറഞ്ഞാൽ യാ മുഅല്ലമു വ മുക്കറമു ഏ ബഹുമാനമാക്കപ്പെട്ടവരെ ആദരിക്കപ്പെട്ടവരെ. അസ്സലാമു അലൈക യാ കഹ്ഫൻ വ മഖ്സദ് അസ്സലാമു അലൈക യാ ഹസനൻ തഫറദ്. അസ്സലാമു അലൈക യാ കഹ്ഫൻ ഏ രക്ഷാസങ്കേതമായവരെ. വ മഖ്സദ് ഏ എന്റെ ലക്ഷ്യമായവരെ. യാ ഹസനൻ തഫറദ് യാ ഹുസ്നൻ തഫറദ് അങ്ങനെയും വായിക്കാം. യാ ഹസനൻ തഫറദ് അങ്ങനെയും വായിക്കാം. അപ്പോ സൗന്ദര്യത്തിൽ തനിച്ചവരായവരെ നിസ്തുലനായവരെ അവിടുത്തെ മേൽ അല്ലാഹു തആലാന്റെ രക്ഷ ഉണ്ടാവട്ടെ. യാ കഹ്ഫൻ എന്നുള്ളയിടത്ത് യസിഹു ഫത്ഹുൽ ഫാഇ വ ദമ്മിഹ മഅ തൻവീനി ഫീഹിമ. യാ കഹ്ഫൻ എന്നും യാ കഹ്ഫുൻ എന്നും പറയാം. ഇനി വയജൂസു ഫത്ഹുഹാ ബിലാ തൻവീനിൻ തൻവീന് കൂടാതെ ഫാഇന് ഫത്ഹും ചെയ്യാം. യാ കഹ്ഫ സലാമു അലൈക യാ കഹ്ഫ വ മഖ്സദ് യാ കഹ്ഫൻ വ മഖ്സദ് യാ കഹ്ഫുൻ വ മഖ്സദ് ഇങ്ങനെ മൂന്ന് രൂപത്തിലും അവിടെ വായിക്കാവുന്നതാണ്. മഖ്സദ് എന്ന് സ്വാദിന് ഫത്ഹ് കൊണ്ടും വായിക്കാം, സ്വാദിന് കസ്ർ കൊണ്ടും വായിക്കാം. മീമിയായ മസ്തർ എന്നുള്ള നിലക്ക് സ്വാദിന് ഫത്ഹ് കൊണ്ട് അപ്പൊ ഇസ്മു മഫ്ഊലിന്റെ മഅനാക്ക് യാ മഖ്സൂദി എന്നർത്ഥം. എന്റെ ലക്ഷ്യം, ഞാൻ ഉദ്ദേശിക്കപ്പെട്ടവർ. ഇനി ഇസ്മുൽ മക്കാനായിട്ട് അങ്ങനെയും പറയാം. അപ്പോ മഖ്സിദ് എന്റെ ഉദ്ദിഷ്ട സ്ഥലമായവരെ എന്നർത്ഥത്തിൽ. അപ്പൊ രണ്ട് രീതിയിലും അവിടെ വായിക്കാം. മഖ്സദ് ദാലിക്ക് സുക്കൂന് കൊടുത്തത് ബൈത്തിന്റെ ആ വസ്നൊക്കാൻ വേണ്ടി കൊടുത്തതാണ്. യാമൻ യുർജഉ ഇലൈക ഫീ കുല്ലി ഖൈരിൻ വയത്തസിലു ബിത്തവസ്സുലി ബിക ഇലല്ലാഹി തആല എന്നാണ് മഖ്സിദ് അല്ലെങ്കിൽ മഖ്സദിന്റെ അർത്ഥമായിട്ട് ഇമാമുകൾ നൽകുന്നത്. എന്റെ ലക്ഷ്യം, എന്റെ ഉദ്ദേശ കേന്ദ്രം എന്നൊക്കെ അർത്ഥത്തിൽ.
അസ്സലാമു അലൈക യാ ഹസനൻ, യാ ഹസനൻ, ഭംഗിയായവരെ, സൗന്ദര്യമുള്ളവരെ. എങ്ങനത്തെ സൗന്ദര്യമുള്ളവരാണ്? തഫറദ, അവർ ഒറ്റപ്പെട്ടിരിക്കുന്നു, സൗന്ദര്യത്തിൽ അവർ ഒറ്റമുത്താണ് എന്നർത്ഥത്തിൽ. ഐ യാമൻ ലഹു ഹുസ്നുൻ യഫൂഖു ജമീഅൽ മഹാസിനി, എല്ലാ ഭംഗികൾക്കും മേലെയാവുന്ന ഭംഗിയുള്ളവരെ എന്നർത്ഥം. ബിഫത്ഹിൽ ഹായി വസ്സീനി ഹസനൻ, അങ്ങനെയും പറയാം, ഹുസ്നൻ എന്നും പറയാവുന്നതാണ്. ഹുസ്നൻ എന്ന് വായിക്കുമ്പോൾ മസ്തറായിട്ടാണ്, അപ്പോൾ ഭംഗി എന്ന് മുബാലഗക്ക് വേണ്ടി പറയുന്നതാണ്. ഹസനൻ എന്നാകുമ്പോൾ ഇസ്മു ഫായില് ആണ്, അപ്പോൾ ഭംഗിയുള്ളവർ എന്നാണ്. രണ്ടായാലും ഉദ്ദേശം ഒന്നു തന്നെയാണ്, രണ്ടു നിലക്കും പറയുന്നതിന് വിരോധമില്ല. അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. യാ മാഹിൽ ദുനൂബി, ദോഷങ്ങളെ മായ്ക്കുന്നവരെ, മായ്ച്ചു കളയുന്ന പ്രവാചകരെ. അതുപോലെ ജാലിൽ ഖുറൂബി, പ്രയാസങ്ങളെ അകറ്റുന്നവരെ. ഇങ്ങനെയാണ് അവിടെ അർത്ഥം. മാഹിൽ ജുനൂബി എന്ന് പറഞ്ഞാൽ യാമൻ തുംഹാബിഹി ജുനൂബ് ഉമ്മത്തിഹി ബിസ്തിഗ്ഫാരിഹി ലഹും വശഫാഅത്തിഹി ഫീഹിം. ഉമ്മത്തിന്റെ ദോഷങ്ങൾ മായ്ക്കപ്പെടും അവർ കാരണമായിട്ട്. അതെങ്ങനെ? അവിടുന്ന് ആ ഉമ്മത്തിന് വേണ്ടി പാപമോചനം നടത്തും, അവരിൽ ശഫാഅത്ത് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ആ പ്രവാചകരെ കൊണ്ട് ദോഷങ്ങൾ മായ്ക്കപ്പെടുന്നത്. അതുപോലെ തന്നെ യാമൻ യങ്കശിഫു ബിഹി കുല്ലു ഖുറബിൻ അൻകുല്ലി മക്രൂബിൻ, അവിടത്തെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളൊക്കെയും തുറസാക്കപ്പെടുന്നതാണ്. ഇതാണ് ജാലിൽ ഖുറൂബി എന്നുള്ളതിന്റെ അർത്ഥം. അസ്സലാമു അലൈക യാ ഖൈറൽ അനാമി, അസ്സലാമു അലൈക യാ ബദ്റത് തമാമി. യാ ഖൈറൽ അനാമി എന്ന് പറഞ്ഞാൽ യാ അഫ്ളൽ മഖ്ലൂഖീൻ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവരെ. യാ ബദ്റത് തമാമി എന്ന് പറഞ്ഞാൽ പരിപൂർണമായ 14-ാം രാവേ. അതായത് 14-ാം രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നവരെ എന്നർത്ഥം. യാ ഖമറൻ ഫീ ലൈലത്തി തമാമി, പൂർണ്ണരാത്രിയിലുള്ള ചന്ദ്രനെ. അത് പൂർണ്ണ രാത്രി എന്ന് പറയുന്നത് വഹിയ ലൈലത്തു 14, 14-ാം രാവിന്റെ രാത്രിയാണ്. അപ്പോ പൂർണ്ണ ചന്ദ്രൻ ആയവരെ അവിടുത്തെ മേൽ അള്ളാന്റെ രക്ഷ ഉണ്ടാവട്ടെ. അപ്പോ യാ ബദ്റത് തമാമി എന്ന് പറഞ്ഞാൽ യാമൻ നൂറുഹു ളഹറലിൽ മഖ്ലൂഖീന കളുഹൂരിൽ ഖമരി ലൈലത്ത 14. അവിടുത്തെ പ്രകാശം പടപ്പുകൾക്ക് പ്രകടമായിട്ടുണ്ട്, വ്യക്തമായിട്ടുണ്ട്. 14-ാം രാവിലുള്ള ചന്ദ്രൻ എങ്ങനെ പ്രകടമാകുമോ അതേ പ്രകാരം, അതല്ലെങ്കിൽ അതിനേക്കാൾ. അസ്സലാമു അലൈക യാ നൂറൽ-ളലാമി. നൂറൽ-ളലാമി എന്ന് പറഞ്ഞാൽ യാമൻ അദ്ഹബ നൂറു ഹിദായത്തിഹി കുല്ല ദുൽമത്തിൻ മിനൽ കുഫ്രി വന്നിഫാഖി. അവിടുത്തെ സന്മാർഗമാകുന്ന ആ പ്രകാശം നിഫാഖ്, കുഫ്ർ എന്നിങ്ങനെയുള്ള സകല ഇരുട്ടുകളെയും പോക്കിക്കളഞ്ഞിട്ടുണ്ട്, ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇരുട്ടുകൾ, സത്യനിഷേധമാകുന്ന ഇരുൾ നീക്കി സന്മാർഗം എന്ന ആ പ്രകാശം, ആ പ്രഭ ഇവിടെ ചൊരിഞ്ഞ പരത്തിയ പ്രവാചകരെ, അവിടുത്തെ മേൽ അള്ളാന്റെ രക്ഷ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക യാ കുല്ലൽ മറാമി. ചില നുസ്ഖയിൽ
മുബിരിസ്സഖാമി എന്നുണ്ട്. കുല്ലൽ മറാമി എന്ന് പറയുമ്പോൾ എല്ലാ നന്മകൾക്കും ഞാൻ ലക്ഷ്യം വെക്കുന്നത് അവിടുത്തെയാണ്, അങ്ങനെയുള്ളവരെ. അങ്ങനെ അർത്ഥം വെക്കാം. ജമീഅൽ മത്ലൂബി ഫീ കുല്ലി ഖൈരിൻ ദുന്യവിയ്യിൻ വ ഉഖ്റവിയ്യിൻ. ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ നന്മകളിലും തേടപ്പെട്ടവരെ എന്നർത്ഥത്തിൽ. ഈ മുബിരിസ്സഖാമി എന്ന് ചില നുസ്ഖയിലുണ്ട്. അസ്സലാമു അലൈക യാ മുബിരിസ്സഖാമി. അപ്പൊ രോഗശമനം നൽകുന്ന പ്രവാചകരെ എന്നാണ് അർത്ഥം വരിക. ഏതർത്ഥമാണെങ്കിലും പ്രശ്നമില്ല. യാ കുല്ല മഖ്സൂദിൻ ഫീ കുല്ലി ഖൈരിൻ ദുന്യൻ വ ഉഖ്റാ എന്നർത്ഥം. അസ്സലാമു അലൈക യാദൽ മുഅ്ജിസാത്തി. മുഅ്ജിസാത്ത് ഉടയവരെ, അസാധാരണ സംഭവങ്ങൾ കാണിച്ച പ്രവാചകരെ, ആ അസാധാരണ സംഭവങ്ങൾ ഉടയവരെ. അസ്സലാമു അലൈക യാ ഹാദിൽ ഹുദാത്തി. നേർവഴി സിദ്ധിച്ച ആളുകൾക്ക് നേർവഴി കാട്ടിക്കൊടുത്തവരെ. യാ മുർഷിദൽ ഹുദാത്തി. ഹുദാത്തി എന്നാൽ മുഹ്തദീന. അപ്പൊ സന്മാർഗം സിദ്ധിച്ചവർക്ക് സന്മാർഗം കാണിച്ചു കൊടുത്തവരെ. യാ ദാലൽ മുഅ്മിനീന വ മൂസിലഹും ലിത്വാഅത്തി റബ്ബിൽ ആലമീൻ. മുഅ്മിനീങ്ങൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നവർ, അവരെ റബ്ബുൽ ആലമീനായ അല്ലാഹു തആലാക്ക് വഴിപ്പെടുന്നതിലേക്ക് ചേർത്തുന്നവർ, ഇങ്ങനെയുള്ളവരെ. അസ്സലാമു അലൈക യാ ദുഖറൽ ഉസാത്തി യാ മുഅദ്ദൻ ലിൽ ഉസാത്തി. ദോഷികളായ ആളുകൾക്കുള്ള സൂക്ഷിപ്പു സ്വത്തായവരെ. അസ്സലാമു അലൈക യാ ഹസന സിഫാത്തി. യാ ഹസന സിഫാത്തി എന്ന് പറഞ്ഞാൽ യാമൻ ഹസുനത്ത് സിഫാത്തുഹു ളാഹിറത്തു വൽ ബാത്തിനത്തു വത്തസഫ ബി അഹ്സനിൽ ഔസാഫി. അവരുടെ ബാത്തിനത്തും ളാഹിറത്തുമായ വിശേഷണങ്ങളെല്ലാം ഭംഗിയായിട്ടുണ്ട്, അങ്ങനെയുള്ളവരെ. അത്യുത്തമ ഗുണങ്ങളുള്ള, ഔന്നിത്യമുള്ള സ്വഭാവ ഗുണങ്ങളുള്ള പ്രവാചകരെ എന്നർത്ഥത്തിൽ. യാ ഹസന സിഫാത്തി ബി ഫതഹിൽ ഹാഇ വസ്സീൻ ഐ ഹസുനത്ത് സിഫാത്തുഹു എന്നർത്ഥം.